എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാവരും നമ്മളെ കുട്ടികൾ നല്ല കുട്ടികളാവണം, അവരെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ നമുക്ക് തലവേദന മാറൂല, അല്ലേ? അപ്പോൾ ആ കുട്ടികളെ നല്ല സ്വഭാവ രൂപീകരണത്തിന് ആദ്യമായിട്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം രക്ഷിതാക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കണ്ടിട്ടാണ് കുട്ടി വളരുന്നത്. ആദ്യത്തെ റോൾ മോഡൽ പറയുക രക്ഷിതാക്കൾ തന്നെയാണ്. എപ്പോഴും പറയുന്നതൊക്കെ ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്ന വീടാണ്, ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയാണ്. നമ്മൾ രക്ഷിതാക്കൾ വീട്ടിൽ ഏത് രീതിയിലാണോ പെരുമാറുന്നത് ആ രീതിയിൽ പെരുമാറുമ്പോൾ കുട്ടി അത് കണ്ട് പഠിക്കും, അതുപോലെ മാറുകയും ചെയ്യും. ആ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ പെരുമാറി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായി തീരും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുട്ടികൾക്ക് മാതൃകയാവുക എന്നുള്ളതാണ്. ഒരിക്കലും കുട്ടികളെ ഒച്ച വെച്ച് ശകാരിച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ അവർ ഭാവിയിൽ മറ്റുള്ളവരോട് അതേപോലെ തന്നെയാണ് പെരുമാറുക. രക്ഷിതാക്കൾ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ബഹുമാനത്തോടൊക്കെ പെരുമാറുന്ന കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടു വളർന്ന കുട്ടികൾ മറ്റുള്ളവരോടും അതേ രീതിയിലായിക്കാരം പെരുമാറുക. പിന്നെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കുട്ടി എന്ത് നല്ല കാര്യം ചെയ്താലും അതിനപ്പം തന്നെ അതിനെ നമ്മൾ അഭിനന്ദിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സാധാരണ സ്വന്തം മുറി വൃത്തിയിൽ സൂക്ഷിക്കാൻ മടിയുള്ളൊരു കുട്ടി ഒരു ദിവസം വളരെ വൃത്തിയാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയുക, എന്തെങ്കിലും എനിക്കത് ചെയ്യാൻ തോന്നിയാലോ എന്ന്. അപ്പം ആദ്യം നമ്മൾ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം പറയാം, അല്ലേ? പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആഹാ അടിപൊളിയായി കേട്ടോ, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഉഷാറായി, ഇങ്ങനെ വേണടാ കുട്ടികൾ, എനിക്ക് കാരണം ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ചെയ്തതിൽ, എന്നോടൊക്കെ ബഹുമാനം തോന്നുന്നതൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് വളരെ സന്തോഷം. അപ്പോൾ ആ കുട്ടി വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, എന്നാൽ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണം. ഓവറായിട്ട് നമ്മൾ കുട്ടികളെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാശി കൂടും. അത് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ അങ്ങനെ വാശി പിടിച്ച് അടക്കി ഒതുക്കി മൂലക്കൊക്കെ ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് അവർ ഓടി രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെയുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ആവശ്യത്തിന് എന്ത് ചെയ്യുക, കുട്ടികൾ സ്വാതന്ത്ര്യം കൊടുക്കുക. ഓവറായിട്ട് നമ്മൾ ബലം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ രക്ഷിതാക്കളെ വിട്ട് അകന്നു പോകും, പിന്നെ പല പല കൂട്ടുകെട്ടിലും ചെന്നുപെടും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ദിനചര്യകൾ, ആഹാരം കഴിക്കൽ, കൈ കഴുകിയിട്ട് വൃത്തിയാക്കൽ, പല്ലും വായും വൃത്തിയാക്കൽ, അതേപോലെ മലമൂത്ര വിസർജനം, കുളി, വസ്ത്രധാരണം, ഉറക്കം, പുസ്തകങ്ങൾ, മറ്റു വസ്തുക്കളൊക്കെ സൂക്ഷിച്ച് വെക്കൽ തുടങ്ങിയിട്ട് നമ്മൾ ദൈനംദിന പ്രവർത്തികൾ അതിൻ്റെ അടുക്കും ചുറ്റും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തം. അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ഒപ്പം കൂട്ടിയിട്ട് ചെയ്യിപ്പിക്കുക. അതേമാതിരി ഭക്ഷണപാത്രങ്ങൾ കഴുകി വെക്കാൻ, പിന്നീട് ഭക്ഷണം സ്വയം പാകം ചെയ്യാൻ, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ. കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ പിന്നെ ഒരു ഹൈ ലെവലിൽ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലൊക്കെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരുപാട് പ്രചോദനമായിരിക്കും അവർക്ക്. ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കാനും ഒതുക്കി വെക്കാനൊക്കെ അവരെ ശീലിപ്പിക്കുക. പിന്നെ പഠിക്കാൻ ഇരിക്കുന്ന മേശകൾ വൃത്തിയാക്കുക. അങ്ങനെയുള്ള ചുറ്റുഭാഗങ്ങൾ മുഴുവൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്ക് അപ്രീഷിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ കുട്ടികൾ സ്വന്തം ചെയ്ത് പഠിക്കട്ടെ. അത് അവർക്ക് നല്ലൊരു ഭാവിയിൽ നല്ലൊരു ഉയർച്ചയിലേക്ക് അവർ എത്തിക്കുന്നൊരു കാര്യമാണ്. പിന്നെ കുട്ടികളുടെ അമിതമായിട്ടുള്ള വാത്സല്യം വേണ്ട. പല രക്ഷിതാക്കളും ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളോട് അമിതമായിട്ടുള്ള വാത്സല്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വഴിയാകുന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എനിക്കെന്തൊക്കെയോ പ്രത്യേക അവകാശങ്ങളുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വാശി പിടിക്കും. ആ വാശിയിലായിരിക്കും പിന്നെ കുട്ടിയുടെ ജീവിതങ്ങളുണ്ടാകുക. വീട്ടിൽ നമുക്ക് നമ്മുടേതായ ഒരു കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും അടക്കും ചിട്ട എന്നൊക്കെ പറയില്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് എന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അതായത് അച്ഛനമ്മക്ക് വേറെ നിയമം, കുട്ടിക്ക് വേറെ നിയമം, അത് പാടില്ല. എല്ലാവർക്കും ഒരേപോലെ. രക്ഷിതാക്കൾ തമ്മിൽ പരസ്പര ബഹുമാനങ്ങൾ ഉണ്ടാവുക, സങ്കോചങ്ങളൊന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, അപരിചിതരെയും അപരിചിത സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ അഭിമുഖീകരിക്കുക എന്നുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ രക്ഷിതാക്കൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ അവർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക. അത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളൊപ്പം കുട്ടികളെ മനസ്സിലാക്കാനും അവരൊപ്പം കളിക്കാനും
അവരുടെ മനസ്സ് നമ്മളിലേക്ക് അടുപ്പിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക, കുട്ടികളോട് കാര്യങ്ങൾ സംസാരിക്കുക, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളായിട്ട് മാറുക എന്നുള്ളതാണ്. പിന്നെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ധൈര്യം കുട്ടികൾക്ക് കൊടുക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റാരെയും മുറിപ്പെടുത്താത്ത പോലെ തുറന്ന് പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കണം. അത് ഒരിക്കലും എന്താവരുത്, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാവരുത്. എന്നാൽ പക്ഷേ എന്താണ്, നമ്മുടെ ശരികൾ നമ്മളോട് പറയാനും വേണം. പിന്നെ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ എത്രമാത്രം നമ്മൾ സ്വീകരിക്കണം, അതിനെക്കുറിച്ചിട്ട് ഒരു ബോധം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അനുകൂലമായ അഭിപ്രായങ്ങളുണ്ടാവും, പ്രതികൂലമായ അഭിപ്രായങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന്. അത് നമ്മുടെ കഴിവുകളൊന്നും അത് ബാധിക്കില്ല. അഭിപ്രായങ്ങൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളാം എന്നുള്ളത് നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ വിമർശനങ്ങളാണ് അടുത്തത്. അഭിനന്ദനങ്ങളും വിമർശനവും കൃത്യമായ അളവിൽ രീതിയിലാണ് കുട്ടികൾക്ക് നൽകുന്നതെങ്കിൽ അവരുടെ സ്വഭാവം നേർവഴിയാകും. തെറ്റായ കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അനിഷ്ടം വ്യക്തമാക്കാൻ, അങ്ങനെ ചെയ്യുന്നതിൻ്റെ ദോഷം ബോധ്യപ്പെടുത്താനും നമ്മൾ ശ്രമിക്കണം. കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ, അത് എന്താണ് തെറ്റെന്ന് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അത് തിരുത്തും. പിന്നെ പല രക്ഷിതാക്കളും ചെയ്യുന്നൊരു കാര്യം എന്താ, പരീക്ഷയ്ക്ക് മാർക്ക് കുറയണ കുട്ടീനെ വിഷമിപ്പിക്കും. അന്നെ എന്തിനാ കൊള്ളുക, അപ്പുറത്തെ കുട്ടീനെ നോക്കുക, ഇപ്പുറത്തെ കുട്ടീനെ നോക്കുക, ആ കുട്ടി അങ്ങനെ വാങ്ങി, ഈ കുട്ടി ഇങ്ങനെ വാങ്ങിയുള്ള തരത്തിലുള്ള വഴക്ക് പറയുക, ആ കുട്ടീനെ കളിയാക്കാതെ ഇരിക്കുക, അതൊക്കെ ചെയ്യുക. നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ വിളിച്ചുകൊണ്ടിട്ട് അനക്ക് എത്ര മാർക്ക് കിട്ടി, ഇത്ര മാർക്ക് കിട്ടി, മിടുക്കനാടാ, ഈ മിടുക്കനാണ്, എനിക്ക് ഇനി ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കാണാൻ കഴിയും, A+ ഒന്നല്ലയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു മിഠായി മേടിച്ചു കൊടുക്കുക, ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് ആ കുട്ടി തന്നാലെ മാർക്ക് മേടിക്കുന്നത് കാണാം. പക്ഷെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളെ പ്രയാസങ്ങളോ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ സങ്കടങ്ങൾ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുട്ടി തെറ്റ് ചെയ്തതിലൊക്കെ നമുക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോനെ അയ്യാ ചെയ്തപ്പോൾ എനിക്ക് സങ്കടമൊക്കെ വന്നു കേട്ടോ, പക്ഷെ എൻ്റെ കുട്ടിയല്ലേ, അത് ചെയ്യാതിരിക്കുക നല്ലത്, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മാറുക. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, വളരെ കുറച്ച് കാര്യങ്ങളോ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വളരെ നല്ല കുട്ടികളായിട്ട് ഏതൊരാളുടെ മുമ്പിലും നമുക്ക് ധൈര്യത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള മക്കളായിട്ട് നമ്മളെ മക്കൾ മാറും. ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ബൈ.